തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വൻതോതിൽ വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും സ്റ്റേഡിയത്തിന്റെ പേരിൽ വീണ്ടും കോടികൾ തട്ടാനുള്ള നീക്കം തിരിച്ചറിയണമെന്നും ആവശ്യപ്പെട്ടും ഉളിക്കലിലെ ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള സ്ഥലം പഞ്ചായത്ത് കണ്ടെത്തണമെന്നും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് LDF ഉളിക്കൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി ജെയ്സൺ ജീരകശ്ശേരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് നിലവിൽ വന്നതിന് ശേഷം നമുക്കറിയാം പഞ്ചായത്തുകളുടെ കഴുത്തു ഞെരുക്കുന്ന പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ആദ്യമേ തന്നെ നമുക്കറിയാം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണക്കാരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. കാരണം നമുക്കൊരു ആവശ്യം വന്നാൽ ഏറ്റവും ആദ്യം ഓടിച്ചെല്ലേണ്ടത് പഞ്ചായത്തിലേക്കാണ്. ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നത്തെ അവസ്ഥയാകെ മാറിയിട്ടുണ്ട്. നമുക്കറിയാം വലിയ ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 10,000-കണക്കിന് കോടി രൂപ പ്ലാൻ ഫണ്ടിൽ വെച്ച് പഞ്ചായത്ത് ഭരണത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് 8,000 കോടി രൂപയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇതിനുള്ള സാഹചര്യം? ഇത് ആദ്യമേ അല്ല. LDF ഭരിക്കുമ്പോൾ മൃഗീയമായിട്ടുള്ള ഒരു ഫണ്ട് ഈ പദ്ധതികൾക്കായി മാറ്റിവെക്കും, പഞ്ചായത്തുകൾക്കായി മാറ്റിവെക്കും. പക്ഷേ UDF വരുമ്പോൾ അത് വെട്ടിക്കുറയ്ക്കപ്പെടും. KG ദിലീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ R സുജി അധ്യക്ഷനായി. ES സത്യൻ, PK ശശി, ഉഷാദ് PV, ഉത്തമൻ കല്ലായി, അപ്പച്ചൻ കൂമ്പങ്ങൽ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രദീപ് PG, A അസീസ്, എബിൻ കുര്യാക്കോസ്, നിർമ്മല ടീച്ചർ, NK റോയ് എന്നിവരും പങ്കെടുത്തു.